ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ പുതിയ ചേസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വണ്ടി പണിക്ക് കൊടുത്തായിരുന്നു, ബോഡി പണിയാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പണിഞ്ഞ് ഇന്നാണ് ഗായ്സ് നമ്മുടെ ബസ് ഡെലിവറി. ആക്ച്വലി ഇന്നല്ല ബസ് ഡെലിവറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ ആയിരുന്നു. 2 ദിവസം മുന്നേ എനിക്ക് ബസ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സും കാറിലൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഡിങ്കനുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർച്യൂണറിനല്ല, ഒരു ജോക്കർ എന്ന് പറയുന്ന ഏതോ ഒരു ടൊയോട്ടയുടെ വണ്ടിയും കാറിലൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓൾഡ് വണ്ടിയും കാറിലൊക്കെയാണ്. ഇതെൻ്റെ കൂട്ടുകാരൻ്റെയാണ്. ആദ്യം നമ്മൾ ചേസ് ഇട്ട് വെച്ച വണ്ടിയുടെ ഗ്യാരേജിൻ്റെ മുതലാളിയുടെ വണ്ടിയും കാറിലൊക്കെയാണ്. നമ്മുടെ ഫ്രണ്ടും കാറിലൊക്കെ ആയതുകൊണ്ട് നമ്മളിന്ന് വണ്ടിയും കാറിലൊക്കെ അവിടെ നമ്മൾ ഈ വണ്ടിയും കൊണ്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് വണ്ടി ഇടും. അന്നേരം നമ്മൾ അവന് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചിരിക്കും. അന്നേരം അവനെ ഈ വണ്ടികളിലൊക്കെ എടുത്തുകൊണ്ട് പോകും. നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വരും. അപ്പോൾ നമ്മളിവിടെ ഡിങ്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോ എന്തായാലും അലമ്പാകും ഗെയ്സ്. അപ്പം നമുക്ക് എന്തായാലും ഡിങ്കൻ സൈഡിൽ ഇരിപ്പുണ്ട്. തുടങ്ങി. എടാ, നമ്മളാണെങ്കിൽ പുതിയ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങ് പോവുക. നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോവുക. അവിടെ ചെന്നിട്ടാണ് നമ്മുടെ ബസ്സിൻ്റെ ഡെലിവറി. പിന്നെ അല്ല, നമ്മളങ്ങ് എടുത്ത്. ഇവിടെ കുറച്ച് ദൂരം ഉണ്ടോ. പ്രകാശിൻ്റെ ഒരു ഗ്യാരേജിലാണ് നമ്മൾ വണ്ടി കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉയ്യോ എടാ, വണ്ടിയുടെ ഫ്രണ്ട് ചളങ്ങിയടാ. ഈ പ്രൈവറ്റ് ബസ്സിന് അവിടെ കൊണ്ടിട നിർത്താനേ സമയമുള്ളൂടാ. വണ്ടി ഇടിച്ച് ഇവിടെ കിടക്കുന്നു. ഇവൻ എവിടുന്നാടാ വണ്ടിയൊക്കെ കൊണ്ടിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. വണ്ടി എടുത്ത് മാറ്റണം. വണ്ടി മൊത്തം പോയി കഴിച്ചത്. എൻ്റെ വണ്ടി പോലും അല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. എന്തായാലും തെറിയേക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാലൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ പൊന്നു, ആ വണ്ടിയുടെ സൈഡൊക്കെ തട്ടി കിളന്ന് പൊങ്ങി. ഇവന്മാരൊക്കെ എവിടെ നിന്നാണ് ബസ് എടുത്ത്? ബസ്സൊന്നും മാറ്റി കിടത്തില്ലടാ, ഇവിടെ തന്നെ കൊണ്ടുപോയി. ഇവനെ മാറത്തുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ വണ്ടിയും കാറിലൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രകാശിലോട്ടല്ലേ പോകുന്നത്. ഇവനൊക്കെ എവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നാണ് അവിടുന്ന് മാറാനുള്ളതിന് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇച്ചിരി ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം. പിന്നെ ഈ വണ്ടി നമ്മൾ ഇടാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ദൂരത്തുള്ള ഗ്യാരേജ്, നമ്മൾ പ്രകാശ് ഗ്യാരേജും കഴിഞ്ഞ് ഇച്ചിരി ഫ്രണ്ടോട്ട് പോകുമ്പം വേറെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് നമ്മൾ കൊണ്ടിടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത് നമ്മൾ സൂക്ഷിച്ചും കാലിലൊക്കെ വണ്ടി ഓടിക്കണം ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ടും കാലിലൊക്കെ എല്ലാം പോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണണം ഗൈസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം കാലിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ നല്ല ദൂരം കിടക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. എടാ, നീ പേടിക്കണ്ട. ഞാൻ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് സ്പീഡിൽ പൊക്കോളാം. കാർ തൊട്ട് ബസ് വരെ ഞാൻ ഓടിക്കുന്ന ആളാണ്. അപ്പോഴാണ് നീ ഇങ്ങനെ പറയുന്നത്. എന്തുവാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, അങ്ങനെ പറയരുത്. അത് അറിയാതെ ഇടിച്ച് കയറിയതല്ല. അവൻ കൊണ്ട് വണ്ടി ബ്രേക്ക് ഇട്ട് വെച്ചേക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടാണോ? അപ്പോൾ നമ്മളങ്ങോട്ട് ചെല്ലുകൊണ്ടിരിക്കുവാണ്. ഇനി കുറച്ച് ദൂരങ്ങളിലൊക്കെ ഉണ്ട്. നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതുവഴി പോയതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ ചേസിന് 1 സീറ്റ് ആയതുകൊണ്ട് കൊണ്ടുവരാനും പറ്റിയില്ല. അവന് വേറെ സ്ഥലത്തൊക്കെ പോകണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവനെ കൊണ്ടുവരാതിരുന്നത്. അങ്ങനല്ല, നിന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായി. ചേസല്ലടാ, 1 സീറ്റേ ഉള്ളൂ. നിന്നെ എവിടെ കൊണ്ടിരുത്തണം? എഞ്ചിൻ്റെ മണ്ടയ്ക്ക് ഇരുത്തണം. വേണ്ട, നീ ആ ട്രിപ്പ് തന്നെ അലങ്കോലമാക്കിയത്. നീ എന്തോ പാട്ടൊക്കെയാടാ പാടി, ഇല്ലാത്ത പാട്ടൊക്കെ ഉണ്ടാക്കി. എന്തോ പാട്ടാടാ നീ പാടിയേ? ശരി, നീ പാട്. മാങ്ങാണ്ടി സ്വാമിയോ? മതി, നീ പാട്ട് നിർത്ത്. ഇത് എന്തുവാടാ പാടുന്നേ? എടാ, നമ്മൾ പ്രകാശിലെത്താറായിട്ടോ. അതാണ് പ്രകാശിലെത്താറായിട്ടുണ്ടേ. എടാ, അതാണ് പ്രകാശ്. ഇപ്പം ഇവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല. ഇവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ
പിന്നെ അവനാണെങ്കിൽ ഇവിടെ വന്ന് എടുക്കാൻ പറ്റത്തില്ല, അതാ വരുന്ന പ്രശ്നം. ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ വണ്ടിയെല്ലാം ഇവിടെ പണിയാൻ കൊടുക്കും. അന്ന് വന്ന് നമ്മളാണെങ്കിൽ ബസ് കയറാൻ നേരം കണ്ടോ ഉള്ള വണ്ടിയെല്ലാം ഇവിടെ വന്ന് ഇടുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി അപ്പുറത്ത് കൊണ്ടിട്ടിട്ട് വരാം ഗൈസ്. അപ്പം നമ്മളെ പ്രകാശിൽ നമ്മളെ വണ്ടി അവിടെ അപ്പുറത്താണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പ്രകാശിലും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ് ഗൈസ്. അപ്പം സെഡോൺ BS6 നമ്മൾ പണിഞ്ഞ് അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ചേസും കാര്യങ്ങളൊക്കെ വിട്ടൊഴിച്ച് നമ്മളാണെങ്കിൽ ബോഡി കാണാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ആ വണ്ടിയും കാര്യങ്ങളൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിങ്ങൻ പുറകിലുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ മോനൂസേ എന്തടാ പണിഞ്ഞിട്ടേക്കുന്നത് എൻ്റെ മോനെ, കിണ്ണം എന്തോ വർക്കാണ് ചെയ്തിട്ടേക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പണിഞ്ഞ് നമ്മൾ കൈ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഒന്നുമല്ല വർക്ക്. ഇത് അങ്ങ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം നമുക്ക് നാളെ മറ്റന്നാളോ വണ്ടി പണി കൊടുക്കാമെന്നായിരിക്കും. ലൈറ്റ് സെറ്റിംഗ് പണിക്ക് കൊടുക്കുന്നത്, പിന്നെ നമ്പർ പ്ലേറ്റിങ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ വണ്ടി വിഷയമായിട്ട് പണിഞ്ഞിട്ടുണ്ട്. അവരുടേതായ കർട്ടൻസും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ക്യാബിൻ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അത് അവരുടെ ഇതിലാണ് ക്യാബിൻ ലൈറ്റ്. പിന്നെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയി സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് എൻ്റെ ഒരു മെയിൻ ഗ്യാരേജ് ഉണ്ട്, അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കണം. ഇത് വണ്ടിയുടെ ഗ്യാരേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ കാര്യമായാലും അടിപൊളിയായിട്ട് പണിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബിനാണ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം വണ്ടിയുടെ സൈസ് കുറവാണെന്ന് വിചാരിക്കും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് വരാം. നമുക്ക് സൈനും കാര്യങ്ങളൊക്കെ ഇടണം, അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇന്ന് വണ്ടി എടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. എങ്ങനെയുണ്ടാ വണ്ടി? പണയം കൊടുത്ത വണ്ടി എന്താ വിഷയമായിട്ടാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് വണ്ടി. ഈ വണ്ടി ആണെങ്കിൽ ആർക്കും കൊടുക്കില്ലാട്ടോ. നമുക്ക് ട്രിപ്പൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് പോകാം. ഇനി വേറെ വണ്ടി ഒന്നും വേണ്ട നമുക്ക്. നമുക്ക് വണ്ടിയുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ നോക്കണം. മെയിനായിട്ട് നമ്മളെ വണ്ടി പണിയാൻ കൊടുത്തപ്പോൾ ക്യാബിനും കാര്യങ്ങളും എടാ മോനൂസ്, എടാ ഇത് ചേസ് കൊടുത്തതും വണ്ടി കിട്ടിയതും വേറെ കേസ്. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒന്ന് റൺ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ആ മറ്റേ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം. നിങ്ങൾക്കാണെങ്കിൽ ആ വന്ന മാറ്റങ്ങളും ചേസിന് വന്ന മാറ്റങ്ങളൊക്കെ, ഫ്രണ്ട് ചേസിൽ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്നിരിക്കുക. സ്റ്റിയറിങ്ങിൻ്റെ ബട്ടണൊക്കെ സെയിം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ബോഡി മാത്രം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് വർക്കിന് ഇനിയും വണ്ടി കൊടുക്കുന്നതാണ്. ഇവിടെ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കഴിഞ്ഞ് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ അതൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഡിങ്ങിനോട് ചോദിക്കാം ഗൈസ്. എടാ ഡിങ്ങ, എങ്ങനെയുണ്ടാ വണ്ടിയുടെ ബോഡി വർക്കും ഇതൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ വണ്ടി, പറയാനൊന്നും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. ഇനി ഈ വണ്ടി ആർക്കും കൊടുക്കരുത്, എനിക്ക് ഇഷ്ടപ്പെട്ടാണ് വണ്ടി. ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെണ്ണ പയ്യെടുക്കണ പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെയാ. ഇത് മാത്രമാണോ വർക്ക്, ഇനിയും കുറെ വർക്കുണ്ടോ? ഇനിയും വർക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് സെറ്റപ്പിന് നമ്മുടെ നെയിം ബോർഡിനും കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ കർട്ടണും ഇതിൻ്റെ ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അത് നമ്മൾ നാളെ കൊടുക്കുന്നതായിരിക്കും. നാളെ കൊടുത്ത് മിക്കവാറും എനിക്ക് 2-3 ദിവസം കഴിഞ്ഞ് നമ്മളാണെങ്കിൽ 2-3 ദിവസം പിന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടിൻ്റെ അടുത്താണ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പ്രകാശിലോട്ട് വരുന്ന ഒരു ദൂരമൊന്നുമല്ല, നമ്മൾ ഹൈവേ ഒക്കെ കയറി പോകേണ്ടി വരും അവിടോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്യും ഇതിൻ്റെ ബാക്കി പാർട്ട് വേണോ വേണ്ട എന്ന്. അപ്പം നമ്മൾ എന്തായാലും വണ്ടി മോഡിഫൈ ചെയ്യുന്ന കാര്യത്തിൽ എന്തായാലും നമ്മളാണെങ്കിൽ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മോഡിഫൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും മാക്സിമം മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ കണ്ടുവന്നിരിക്കുന്ന മാക്സിമം ലൈക്ക് അടിക്കുക, ചെറിയ സബ്സ്ക്രൈബ്. നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ടും കാര്യങ്ങളൊക്കെ വളരെ സ്റ്റക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വരണം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഏകദേശം വൈകുന്നേരം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് എത്താറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ പണിഞ്ഞ് നമ്മുടെ കൈയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വണ്ടി ചെറുതായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ, ഇച്ചിരി ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെളിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഡിങ്കൻ ഉറങ്ങി. നമ്മളാണെങ്കിൽ അവനൊന്ന് വിളിക്കാം, നമ്മളെ വീടെത്തിയെന്ന് പറയാൻ. അവൻ്റെ വീട് തൊട്ടടുത്ത് കാണുന്ന നീല കളർ വീടും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയൊക്കെ ഇതുവഴിയാടാ വരുന്നത്, നമ്മുടെ കീഴിൽ കൂടെ വരുന്നത്. KSRTC ഒക്കെ പോകുന്ന പോക്കുണ്ട്. നമ്മളെ തട്ടാതെയും മുട്ടാതെയൊക്കെയാണ് ഇതുവരെയായിട്ടും വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി തട്ടിയും മുട്ടിയും കഴിഞ്ഞാൽ വണ്ടിയുടെ പകുതി പടം ഇളകിപ്പോവും. നമ്മളാണെങ്കിൽ
ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക വണ്ടിയുടെ ലിപ്പും കാറിലൊക്കെ വെക്കണമെന്ന്. അപ്പോൾ ഗൈസ് ഡിങ്കിനെ ഒന്ന് വിളിക്കാം. ഡിങ്ക വീടെത്തിയടാ. അണ്ണാ വീടെത്തിയോ? എപ്പോ എത്തി അണ്ണാ വീട്? ആഹാ കുറെ നേരം വേടാ. ഇപ്പോൾ അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ ആയി നീ കിടന്ന് ഉറങ്ങിയിട്ട്. അതാണ് വീടെത്തിയടാ. നീ വീട്ടിൽ പോകുന്നില്ലേ? അണ്ണാ വീഡിയോ ഒന്നും മൈൻഡപ്പ് ചെയ്യുന്നില്ല അണ്ണാ. അണ്ണാ ഇനി വണ്ടിയുടെ മോഡിഫൈഡ് പാർട്സ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ലിപ്പൊക്കെ വെക്കുന്നില്ലേ? അവിടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന പോലെ നമ്മൾ എന്തായാലും വീഡിയോ കാറിലൊക്കെ നമ്മൾ എങ്ങനെയും ആ മോഡിഫൈ ചെയ്യുന്ന വീഡിയോ കാറിലൊക്കെ റെഡിയാക്കും. അവർ പറയുന്ന പോലെ ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ചാൻസ് ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. 1K ലൈക്സും കാറിലൊക്കെയാണ് മാക്സിമം അടിച്ച് പൊട്ടിച്ച്. ഇനി രണ്ടാമത് എന്ത് അപ്ഡേറ്റും എന്ത് മോഡിഫിക്കേഷനും കാറിലൊക്കെ വേണമെന്ന് നിങ്ങൾ തന്നെ പറയാം. വണ്ടിക്കാർക്ക് കുറച്ച് ചെളിയും കാറിലൊക്കെ ആയി. നമ്മൾ കുറേ ദൂരം ഓടിച്ചിങ്ങി വന്നതാണ്. അപ്പോൾ വൈകുന്നേരം കാറിലൊക്കെ ആയി ഗൈസ്. അപ്പം രാത്രിയൊക്കെ ആയി. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലിപ്പും കാറിലൊക്കെ വെക്കണമെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ലിപ്പും പിന്നെ ബാക്കി എന്തൊക്കെ മോഡിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ എന്തായാലും ഫ്രണ്ട് ബോർഡും കാറിലൊക്കെ വെക്കുന്നതായിരിക്കും. നമ്മൾ നെയിം ബോർഡിനെ വെക്കുന്ന ഒരു ബോർഡും കാറിലൊക്കെ എന്തായാലും വെക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.